ദൈവമരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് എത്ര സന്തോഷമാണ്. ദൈവത്തിൻ്റെ വചന കേൾവി നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, വിശുദ്ധ ജീവിതത്തിൽ വളർത്തുന്നു. ഈ ലോക പാപങ്ങളോട് വിട പറഞ്ഞ് കർത്താവിന് പ്രയോജനമുള്ളവരായി ജീവിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് വചന കേൾവി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ലതാണ്. വചനം കേൾക്കണം, വചനം നമ്മൾ വായിക്കണം, അത് നമ്മൾ ധ്യാനിക്കണം, അത് നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കണം. ഇതൊക്കെ നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി നമുക്ക് വീണ്ടും ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള നല്ലൊരു സാവകാശം കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയ ഒരു കാര്യം, ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ നഷ്ടമാകുന്ന 5 കാര്യങ്ങളും ഒരിക്കലും നഷ്ടമാകാൻ കഴിയാത്ത 5 കാര്യങ്ങളും എന്നുള്ള വിഷയമാണ്. നിങ്ങളത് കേട്ട് കാണും, അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മളതിൽ 5 കാര്യം പറയാമെന്നാണ് പറഞ്ഞത്. അതിൽ 2 കാര്യം പറഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞത് രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. രക്ഷ ഒരിക്കലും നഷ്ടമാകുന്നില്ല, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കൃപയും ദാനങ്ങളും. നമുക്ക് ദാനം നഷ്ടമാകുകയില്ല, എന്നാൽ കൃപ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താം. അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രിയമുള്ളവരെ തിരുവചനത്തിലൂടെ നമ്മൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എത്ര നല്ലതാണ്. നമ്മുടെ ഒരു രീതിയിൽ ഒരു ഭയം മാറിക്കിട്ടും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം പുത്രത്വവും കൂട്ടായ്മയുമാണ്. പുത്രത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടാം. പുത്രത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടാം. അപ്പോൾ ഇവിടെ പുത്രത്വം, നമുക്കറിയാം പുത്രത്വം എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയാണ്? ജനനത്തിലൂടെയാണ്. ജനിക്കുമ്പോഴാണ് നമ്മൾ പുത്രത്വം പ്രാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജനിച്ചത്? നമുക്ക് ഈ ലോകത്തിലുള്ള ജനനത്തിന്റെ കാര്യമല്ല, വീണ്ടും ജനനം. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സത്യം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലായി ജനിച്ച ജനനത്താൽ ആരും നമ്മൾ ദൈവമക്കളായി തീരുന്നില്ല. അത് നമ്മൾ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ മക്കളെന്നാണ്. അവര് നിത്യനരകത്തിലേക്ക് നിയുക്തരാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ മാറുകയാണ്. ഈ വീണ്ടും ജനനം ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? ദൈവത്തിൽ നിന്നും ജനിക്കുന്നത് എങ്ങനെയാ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. കണ്ടോ? അപ്പോൾ വീണ്ടും ജനനം എങ്ങനെയുള്ള ജനനമാണ്? ദൈവത്തിൽ നിന്നുള്ള ജനനം. ദൈവത്തിൽ നിന്നും ജനിക്കുന്ന ജനനമാണ് വീണ്ടും ജനനം. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്നും ജനിക്കുന്ന ജനനമാണ് വീണ്ടും ജനനം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ട് നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലുള്ള ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവും എനിക്ക് വേണ്ടിയായിരുന്നു, എന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയിൽ കേട്ട് വിശ്വസിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ ആ വ്യക്തി അധരങ്ങളിലൂടെ ഏറ്റുപറയുകയാണ്, കർത്താവായ യേശു അവിടെ എന്റെ കർത്താവാണ്. അവിടുന്ന് അവര് കൈക്കൊള്ളുന്നു. ഇങ്ങനെ കൈക്കൊള്ളുന്ന ഓരോരുത്തർക്കും എന്ത് സംഭവിക്കുന്നു? അവർ ദൈവത്തിൽ നിന്നും ജനിക്കുന്ന ഒരു ജനനമായി മാറുന്നു. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ഒരിക്കലും നശിക്കാത്ത ബീജമെന്നാണ് 1 പത്രോസ് 1:23 വായിക്കുന്നത്. കെടാത്ത ബീജം. നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വചനം കൈക്കൊള്ളുന്ന ഒരു വ്യക്തി അവർ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. 13-ാം വാക്യം ശ്രദ്ധിക്കണം. യോഹന്നാൻ 1:13. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പറയാം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എത്ര വലിയ കാര്യമാണ്!
ഈ ഒരു ജനനത്തിന്റെ അനുഭവം, അതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ വീണ്ടും ഇന്നിപ്പോൾ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കുന്നത് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, ഒരു ദൈവത്തിലാണെന്നൊക്കെ അബദ്ധത്താൽ ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെ ആരും ജനിക്കുന്നില്ല. നമ്മൾ ജനിച്ചതെല്ലാം അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ മുതലേ അമ്മയുടെ ഉദരത്തിലേ നമ്മൾ പാപികളായിരുന്നു, ജന്മത്താലേ നമ്മൾ പാപികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ജനിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. അങ്ങനെ ഒരു വീണ്ടും ജനന അനുഭവം യഥാർത്ഥമായിട്ടും നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ചതാണോ? ചിലരൊക്കെ വീണ്ടും ജനനാനുഭവം ഇല്ലാതെ പോയി സ്നാനപ്പെട്ടവരുണ്ട്. അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് എന്തില്ല? ദൈവത്തിന്റെ ആത്മാവില്ല. അവർക്ക് ആ വീണ്ടും ജനന അനുഭവമില്ല. അവരൊരിക്കലും ദൈവമക്കളല്ല. അവരെല്ലാം പിശാചിന്റെ മക്കളാണ്. അവരെല്ലാം പിശാച് വഞ്ചിച്ചിരിക്കുക. വീണ്ടും ജനനം കൂടാതെ വെള്ളത്തിൽ മുങ്ങി രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് കർത്തൃമേശ എടുത്ത് അവരെന്ത് ചെയ്യുക? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവർ ഭയങ്കരമായ നിത്യാഗ്നിയിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ വീണ്ടും ജനനം നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവരുടെ ആത്മാവിലൊരു സാക്ഷ്യമുണ്ടാവും. എന്താ സാക്ഷ്യം എന്നറിയാമോ? ആ സാക്ഷ്യം നമ്മൾ കേൾക്കണം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത് റോമർ 8:16, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. കേട്ടോ? നമ്മുടെ ആത്മാവിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം, ഞാനൊരു ദൈവത്തിലാണെന്ന്. ആ സാക്ഷ്യം നമുക്കുണ്ടോ? ആ സാക്ഷ്യമുണ്ടോ? ആ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ അകത്തെ ചെവി തുറന്നിട്ടുണ്ടോ? അകത്ത മനുഷ്യൻ ഇന്ന് യഥാർത്ഥമായും കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? വീണ്ടും ജനിച്ചൊരു ദൈവത്തിന് മാത്രമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇത്. അപ്പോൾ നമ്മുടെ ആത്മാവ് നേരത്തെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് അതും മരിച്ച അവസ്ഥയിലായിരുന്നു. അതിക്രമങ്ങളാലും പാപത്താലും മരിച്ച അവസ്ഥ. എഫേസ്യർ 2:1. എന്നാൽ ഇന്നങ്ങനെയല്ല. കർത്താവ് നമ്മളെ ജീവിപ്പിച്ചു. അവിടുന്ന് നമുക്ക് ജീവൻ പകർന്നു തന്നു. നമ്മുടെ ആത്മാവ് ജീവിച്ചു. ആ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു. ആ ആത്മാവോടെ പ്രാപിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട അനുഭവം. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവരെ കുറിച്ച് തിരുവചനം പറഞ്ഞ എന്താ അറിയോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. കണ്ടോ? അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, നമ്മൾ അങ്ങനെ തന്നെയാകുന്നു. എത്ര സന്തോഷമുള്ള കാര്യമാണ് അത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. നമ്മൾ ദൈവമക്കളാണെന്ന കാര്യം ചിലപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ അറിയില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവെക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ജനമാണെന്നുള്ള കാര്യം അവർക്കറിയാൻ കഴിയും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് ദൈവമക്കളാകുന്നു, മക്കളാണ് എന്നുള്ള നിലയിൽ നമുക്ക് പുത്രത്വം ഉണ്ട്. ഇന്ന് ഞാൻ ഒരു ദൈവപൈതലായി തീർന്നിരിക്കുന്നുവെങ്കിൽ പുത്രത്വം പ്രാപിക്കുന്നത് വളരെ ലളിതമാണ് പ്രിയമുള്ളവരെ. എന്നാൽ കൃപയാല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മളോട് മനസ്സിലോ തോന്നിയില്ല എങ്കിൽ, ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല എങ്കിൽ നമുക്കിതൊന്നും പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുത്രത്വം നമുക്ക് ഈ പുത്രത്വത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള പ്രബന്ധങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നത്. എന്താണ്? പുത്രനിലേക്ക്, അല്ലെങ്കിൽ 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ നമ്മളെ എങ്ങോട്ട് വിളിച്ചിരിക്കുന്നു? പുത്രന്റെ കൂട്ടായ്മയിലേക്ക്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, നമ്മൾ എവിടെയാണ്? പുത്രന്റെ കൂട്ടായ്മയിൽ. എന്തിനാണ് പുത്രന്റെ കൂട്ടായ്മ തന്നിരിക്കുന്നത്? നമ്മൾ ആ പുത്രനെ പോലെ ആയിത്തീരണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതിനാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മുന്നറിഞ്ഞവരെ അവൻ തന്റെ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ
സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഏകജാതനായ പുത്രൻ ഇവിടെ ആദിജാതനായി എപ്പോഴാ? നമ്മുടെ പാപങ്ങൾ പേറി ക്രൂശിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഏകജാതനായ പുത്രൻ ആരായി മാറി? ആദിജാതനായി മാറി. നോക്കണം, ഏകജാതൻ ആദിജാതനായി. ആദിജാതൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വീണ്ടും മക്കളുണ്ടെന്ന. അതാരാ മക്കൾ? നാം ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും, വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. ഈ സഹോദരന്മാർക്ക് ഒരു കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആരുടെ കൂട്ടായ്മ? നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? ഈ കൂട്ടായ്മയെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യം അവിടെ വായിക്കുന്നത് 1 യോഹന്നാൻ 1:3. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ ബി പാർട്ട് അവസാന ഭാഗം വായിച്ചേ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പോൾ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ആരോടാണ്? പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും. എത്ര വിലപ്പെട്ട കാര്യമാണ്! ഈ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് പലർക്കും ഈ കൂട്ടായ്മയുടെ ഗൗരവം അറിഞ്ഞുകൂടാ. ആദിമ സഭയ്ക്ക് അതിനെക്കുറിച്ചൊരു നല്ല ദർശനം ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ സഭയ്ക്കൊക്കെ, ഇന്നുള്ള ജനങ്ങൾക്കൊക്കെ ആ ഒരു വലിയ ഒരു ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലൊക്കെ ഉണ്ടായ സംഭവം. അന്ന് പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഏകദേശം 3000-ഓളം പുരുഷന്മാരാണ് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യം ഞാൻ വായിക്കാം. 41-42. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നോക്കണം, അപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന ആ വിശുദ്ധന്മാർക്ക് കൂട്ടായ്മയെ കുറിച്ച് ഭയങ്കര തീഷ്ണതയായിരുന്നു. അതിന്റെ 46-ൽ വായിക്കുമ്പോൾ അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടാരത്തിൽ കൂടി വന്ന ദിനംപ്രതി അവർക്ക് എല്ലാ ദിവസവും കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു തീഷ്ണതയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ ഈ കാലത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താ അറിയാമോ? പാപം പെരുകി, സ്നേഹം തടുത്തു. അപ്പോൾ പലർക്കും കൂട്ടായ്മയുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. യഥാർത്ഥമായി പറഞ്ഞാൽ സഭ എന്ന ആ സൗധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ദൈവസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരമാകുന്ന സഭയിൽ നിലനിൽക്കേണ്ടതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പലർക്കും കൂട്ടായ്മ ഇല്ലെങ്കിലും സാരമില്ലെന്നുള്ളൊരു അവസ്ഥയുണ്ടായി. കാരണം അവർ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ തെളിവാണ്. നമ്മൾക്ക് യാദൃച്ഛികമായിട്ട് നമുക്കൊരു യാത്ര പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്യാവശ്യം പ്രമാണിച്ച് ഒരു കൂട്ടായ്മ നഷ്ടമാകുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. എന്നാൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റിയില്ല, ഉറങ്ങിപ്പോയി. അതൊക്കെ ഉത്തരവാദിത്വബോധമില്ലാത്തതുകൊണ്ടാണ്, ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്, ദൈവത്തോടുള്ള ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ള ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊന്നും ഉറങ്ങിയല്ല, ലോകകാര്യങ്ങൾക്കൊന്നും ഒരു വീഴ്ചയും വരികയില്ല. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വീഴ്ച വരാൻ കാരണം അവർ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ പാപജീവിതം നയിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടായ്മകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പാപമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ എന്നിട്ട് തെറ്റ് ചെയ്താൽ ആ തെറ്റ് അംഗീകരിക്കാൻ പോലുള്ള ഒരു മനസ്ഥിതി അവർക്കില്ല. കൂട്ടായ്മയിൽ വരുമ്പോൾ എനിക്ക് വന്ന് കൂട്ടായ്മയിൽ കൂടുവാൻ കഴിയാതെ പോയതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്ന് പറയാൻ അവർക്ക് മനസ്സില്ല. അത്രയും മാനസാന്തരപ്പെടാനുള്ള ഒരു താഴ്മയില്ല. അവിടെയും ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം കഠിനമാകുകയാണ്. എത്ര ഭയങ്കരമാണ്! നമുക്കറിയത്തില്ലേ, സൂര്യനുദിക്കുമ്പോൾ, വെയിൽ കൊള്ളുമ്പോൾ മഞ്ഞുരുകും, അതേവശം ചേറ് അത് ടൈറ്റാവും, അത് കെട്ടിയാവും. അതാ ഇന്ന് പലർക്കും വചനം കേൾക്കുമ്പോൾ ഉരുകലില്ല, കട്ടിയാകുക, ഹൃദയം കട്ടിയാകുക. എത്ര ഭയങ്കരമാണ്!
അവർ ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൂട്ടായ്മ. അതുകൊണ്ട് ശക്തമായൊരു മുന്നറിയിപ്പ് എബ്രായ ലേഖനകാരൻ തരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യം. 10-24-ഉം 25-ഉം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നോക്കണേ പ്രിയമുള്ളവരെ, ചിലർ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുന്നില്ല, എന്നാൽ ചിലർ ചെയ്യുന്നു. കാരണം അവർക്ക് ദൈവത്തോട് നന്ദിയില്ല, ദൈവഭയമില്ല, ദൈവത്തോടുള്ള സ്നേഹമില്ല, ദൈവത്തോടുള്ള ബഹുമാനമില്ല. അവർക്ക് വാസ്തവത്തിൽ അവരറിഞ്ഞോ അറിയാതെയോ അവർ ചില നെഗളികളായി മാറി, അഹങ്കാരികളായി മാറി. അതായതിന്റെ കാര്യം. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച പുത്രത്വം നഷ്ടപ്പെടുകയില്ല, എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടും. ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും വലിയ ഭീമമായ നിത്യതയിലേക്കുള്ള നഷ്ടത്തിനും കാരണമാകും. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മൾ ഒരിക്കലും കൂട്ടായ്മയെ ദുരുഷമാക്കരുതേ, ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള രക്ഷാനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. എന്നാൽ വചനം പറയുന്നു, കൂട്ടായ്മകൾ നഷ്ടമാക്കുന്നവരുണ്ട്. ചിലർ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു. 4-മത്തെ ഒരു കാര്യം ഞാനിവിടെ പറയാം. നമുക്ക് സ്വർഗത്തില് നമുക്ക് അവകാശമുണ്ട്, പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവകാശങ്ങളും പ്രതിഫലമുണ്ട്. അവകാശം ഒരിക്കലും നഷ്ടമാകുകയില്ല, എന്നാൽ പ്രതിഫലം നഷ്ടമാകാം. അവകാശം നഷ്ടമാകാത്ത എന്തുകൊണ്ടാണ്? കാരണം അത് ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എല്ലാ വീണ്ടും ജനിച്ച എല്ലാ മക്കൾക്കും അവിടെ അവകാശമുണ്ട്. ഞാനത് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്, അത് കിട്ടും. ഒരു കുടുംബത്തിൽ പിറന്ന എല്ലാ മക്കൾക്കും ആ കുടുംബത്തിന്റെ അവകാശമുണ്ട്. ഇനി അവൻ എങ്ങനെയൊക്കെ ജീവിച്ചാലും അവകാശം നഷ്ടമാകുന്നില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവകാശം നഷ്ടമാകുന്നില്ല, എന്നാൽ പ്രതിഫലം നഷ്ടമാകാം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സഭയ്ക്കുള്ള ദൂതില് കർത്താവ് അതിന്റെ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിരീടം നഷ്ടമാകാം. ഈ കിരീടം നഷ്ടമാകുന്ന ഒരു അനുഭവത്തിലേക്ക് നാം പോകാം. അപ്പൊ ദൈവവചനം പറയുന്നു, ആരും എടുക്കരുത്. നമുക്കറിയത്തില്ലേ, ഷൈനി എബ്രഹാം ഓടി, അവർക്ക് അവാർഡ് കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ല. കാരണം നിയമം ലംഘിച്ച ഓടിയെ ഫസ്റ്റിലേക്ക് എത്തിയെങ്കിൽ കിട്ടിയില്ല. ഇവിടെ പല കാരണങ്ങളാൽ നമുക്ക് കിരീടം നഷ്ടമാകാം, പ്രതിഫലങ്ങൾ നഷ്ടമാകാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പ്രതിഫല നഷ്ടമുണ്ടാകാം. നമ്മൾ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വളരെ ആഴമായ പ്രകാശനം നൽകിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അത് നമുക്ക് നഷ്ടമാകാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം തീ കൊണ്ട് ശോധന ചെയ്യും. നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 11 പോലെ ഞാൻ വായിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നിന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ ആ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. താൻ എങ്ങനെ പണിയുന്നു. അപ്പൊ ഇവിടെ 2 നിലകൾ പണിയാം.
ഒരു പണി സ്വർണം വെള്ളി വൈക്കോൽ കൊണ്ടുള്ള പണിയാണ്, മറ്റേ പണി മരം പുല്ല് വൈക്കോൽ കൊണ്ടുള്ള പണിയാണ്. നോക്കണം. അപ്പൊ ഈ രണ്ട് പണികൾക്കുള്ള വ്യത്യാസം, ഇതിന്റെ വ്യത്യാസം ലോകത്തിലെ ആൾക്കാർക്ക് അത് ഉപയോഗിച്ചറിയാൻ പറ്റിയല്ല. ഈ പൊങ്ങച്ചവും പറഞ്ഞ് ആൾക്കാരെ കവർന്നുകൊണ്ട് വഞ്ചിച്ച് അവരുടെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മരവും പുല്ലും വൈക്കോലും കൊണ്ടുള്ള പണി അവിടെ ചെല്ലുമ്പോൾ എന്താവും? വെന്തുപോകും. എന്നാൽ സ്വർണം വെള്ളി വിലയേറിയ കല്ല്. എന്താണ് സ്വർണം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്നേഹത്തെ കാണിക്കുന്നതാണ്. വീണ്ടും ജനിച്ച നമ്മൾ. വെള്ളി വീണ്ടും ജനനത്തെ കാണിക്കുന്നതാ. കല്ല് ഓരോ മനുഷ്യനെയും കാണിക്കുന്ന. വീണ്ടും ജനിച്ച ഓരോ വ്യക്തികളും ഈശ്വരീയ സ്വഭാവത്തിൽ ചെയ്യുന്ന പണികൾക്ക് മാത്രമേ നിത്യതയിൽ പ്രതിഫലമുള്ളൂ. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് വളരെ ലളിതമായിട്ട് കഴിയും. നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിച്ചാൽ മതി. അവിടെ വായിക്കുന്നത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല, അല്ലെങ്കിൽ പ്രതിഫലമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തിലാണോ എന്ന് പരിശോധിക്കണം. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പുണ്ട്. 16-14 നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. കണ്ടോ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് ലോകത്താനുള്ള പ്രശംസയൊക്കെ പറ്റി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രതിഫലമില്ല കേട്ടോ. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ നിത്യതയിലെത്തുമ്പോൾ എനിക്ക് അവിടെ എന്ത് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മളെല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും എന്ന് പൗലോസ് പറയുമ്പോൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കണം. അവിടെ വെച്ചാണ് നമുക്ക് പ്രതിഫലം എന്തൊക്കെയാ ലഭിക്കാൻ പോകുന്ന അറിയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ അവകാശം നഷ്ടമാകില്ല, എന്നാൽ പ്രതിഫലം നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ, നമുക്ക് സ്വർഗം നഷ്ടമാകുന്നില്ല, എന്നാൽ സ്വർഗത്തിൽ ലഭിക്കേണ്ട പദവികൾ നഷ്ടമാകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യതയിൽ നമുക്ക് കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ കിരീടം ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ അത് അനേകർക്ക് നഷ്ടമാകുമെന്നാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. 5-ാമത്തെ കാര്യോട് പറഞ്ഞ് ഞാൻ വേഗം തീർക്കാം. നിത്യജീവനും ഭൗതിക ജീവനും. അപ്പം നമ്മുടെ ഭൗതിക ജീവന് ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ആ ജീവൻ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായി ദൈവത്തിന് അകന്നു പോകും. അതാണ് അതിന്റെ വിഷയം. അപ്പോൾ അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാം. 10:28 ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അപ്പൊ അതിന്റെ അർത്ഥം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി അവന്റെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ അതും നിത്യാഗ്നിയിലേക്ക് പോകും, അത് നശിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് അവര് മനുഷ്യരെ ഭയപ്പെടുന്നു? ഇന്നും അനേകരും അതല്ലേ, സത്യം അറിയാം, എന്നിട്ട് അവർ അനുസരിക്കാൻ തയ്യാറല്ല, കാരണം മനുഷ്യരെ ഭയപ്പെടുന്നു. ഞാനിവിടെ ഒരു നല്ല മാന്യനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം നമുക്ക് പല രീതിയിലും പല ഉപകാരങ്ങളും ചെയ്ത വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന് സുവിശേഷം പറയുമ്പോഴത്തേക്കും അദ്ദേഹം പറയും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, പക്ഷേ ഞാനിത് അംഗീകരിച്ചാൽ ഈ സമൂഹം എന്നെ തള്ളിക്കളയും, ഈ സമൂഹം എന്നെ തിരസ്കരിക്കും, സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആ മാനങ്ങളൊന്നും എനിക്ക് ലഭിക്കില്ല. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണ് പ്രിയമുള്ളവരെ. നമ്മള് സദൃശ്യവാക്യം 29:25 സദൃശ്യവാക്യം 29:25 മാനുഷഭയം ഒരു കണിയാവുന്നു. കണ്ടോ, മനുഷ്യനെ ഭയപ്പെടുന്ന എന്താണ്? ഒരു കണിയാണെന്ന് പറഞ്ഞത്, കണി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ജീവൻ എവിടെ?
അത് എന്നേക്കുമായിട്ട് സുരക്ഷിതമാണോ? നമ്മൾ യഥാർത്ഥമായും നിത്യജീവനിലാണോ? നമ്മൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ തിരുവചനം പറയുന്ന മനോഹരമായൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമാണ്. അപ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നോക്കണം, വീണ്ടും ജനിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറയാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവൻ പോലും ഭദ്രമാണ്. ആ ജീവൻ നശിക്കുന്നില്ല. അവന്റെ ജീവന്റെ ഭദ്രത എത്ര വലുതാ! നമ്മൾ 1 യോഹന്നാൻ അതിന്റെ 1 യോഹന്നാനിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 5-ന്റെ 11, 12, 13 വാക്യം. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എത്ര മനോഹരമായ വാക്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് ആ ദൈവിക ജീവൻ പ്രാപിച്ചുവോ? നമ്മൾ ഇന്ന് ആ ദൈവത്തിന്റെ ജീവനോടുകൂടെ ജീവിക്കുന്ന ഒരു അനുഭവമാണോ? അല്ല, നമ്മൾ ഇന്ന് ജീവിക്കേണ്ടത് ദൈവത്തിന്റെ ജീവനാലാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ വെളിപ്പെടുമെന്ന കൊളോസ്യർ 3:4 എഴുതിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ആ ജീവൻ പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ ജീവനാൽ ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഞാൻ ഈ ബൈബിളില് 2 മനുഷ്യരേ ഉള്ളൂ. 2 മനുഷ്യർ. അയ്യോ, 840 കോടി ജനങ്ങളുള്ളിടത്ത് ഞാൻ പറയാ 2 മനുഷ്യരുള്ളതെന്ന് പറയാൻ ആര് സമ്മതിക്കും? അല്ലേ? എന്നാൽ അവരെ കുറിച്ച് പറയുന്നത് 2 ആദാമെന്നാണ്. 2 ആദാം. അപ്പോൾ 1-ാം ആദാമിലായിരുന്നു നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്ന സമയത്ത്. എന്നാൽ ഇന്ന് ഒടുക്കത്തെ ആദാമിൽ നമ്മൾ ആയി തീർന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായം 45-ാം വാക്യത്തിലാണ് ഈ 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പം 1-ാം മനുഷ്യനായ ആദാം എന്ന് പറഞ്ഞിരിക്കുന്നത് മാനവകുലത്തിലെ ആദ്യത്തെ 1-ാമത്തെ ആദാമിനെ കുറിച്ചാണ്. ഈ ആദാമിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ 1-ാമത്തെ ആദാമിൽ നിന്നും ഒടുക്കത്തെ ആദാമിലായിത്തീരുന്ന അനുഭവമാണ് വീണ്ടും ജന്മം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യജീവനുള്ളവരാണ്. നമ്മുടെ ജീവന് യാതൊരു ഹാനിയും ഉണ്ടായില്ല. ഇല്ലെങ്കിൽ ഹാനി ഉണ്ടാവും. നമ്മൾ അതിന്റെ തന്നെ 1 കൊരിന്ത്യർ 15:22 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 22, ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോൾ ഈ 1-ാമത്തെ ആദാമിലുള്ളവരെല്ലാവരും മരിക്കും. മരിക്കാന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള വേർപാടിലേക്ക് പോകും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ദൈവമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് വീണ്ടും വരാൻ കഴിയില്ല. എത്ര അത്ഭുതമാണ്! നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇനി ഞാൻ എവിടെയാണ്? യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവം എനിക്കുണ്ടോ? ഞാൻ വീണ്ടും ജനിച്ചവനാണോ? ദൈവമക്കളെ നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ ആ ജീവൻ നഷ്ടമാവും. എങ്ങോട്ടാ? നിത്യാഗ്നിയിലേക്ക്. അപ്പോൾ നമ്മളോട് 5 കൂട്ടം കാര്യങ്ങൾ കണ്ടേ. 1, രക്ഷ നഷ്ടമാകില്ല, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. 2, ദൈവത്തിന്റെ ദാനങ്ങൾ നഷ്ടമാകുകയില്ല, എന്നാൽ കൃപ നഷ്ടമാകാം. 3, പുത്രത്വം നഷ്ടമാകുകയില്ല, കൂട്ടായ്മ നഷ്ടമാകാം. 4, സ്വർഗത്തിലെ അവകാശങ്ങൾ നഷ്ടമാകുകയില്ല, എന്നാൽ പ്രതിഫലം നഷ്ടമാകാം. 5,
നിത്യജീവൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ജീവൻ ലഭിച്ചവർക്ക് അതൊരിക്കലും നഷ്ടമാകില്ല. എന്നാൽ ഭൗതിക ജീവൻ നഷ്ടമാകാം. എത്ര ഭയങ്കരമാണ്! നമ്മൾ ചിന്തിക്കണം. ഓരോ കാര്യങ്ങളെക്കുറിച്ചും നല്ല വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻപോട്ടുള്ള ജീവിതത്തിൽ നിത്യത ഉറപ്പാക്കി നമ്മുടെ വീണ്ടും ജന്മത്തിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്കുണ്ടോ എന്ന് പൂർണ്ണമായും പരിശോധിച്ച് അതിൽ നമുക്ക് പൂർണ്ണ നിർണയമുള്ളവരായി ജയാളികളായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് വചനങ്ങളാൽ എല്ലാ കേൾവിക്കാരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ.